രമ്യയുടെ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ കോഴിക്കോടേക്ക് ജയലക്ഷ്മി സിൽക്സിലേക്ക് പർച്ചേസിനായി പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പഴയങ്ങാടി സ്റ്റേഷനിൽ നിന്ന് യാത്ര പുറപ്പെടുക റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്, ആൻറ്റിയുണ്ട്, ലെന്നുണ്ട്, പഞ്ചു, അമ്മു, ജിജു, ഇത്രയും പേരാണ്. ഇത്രയും പേരാണ് കോഴിക്കോടേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലെല്ലാം കയറി പരശുറാമിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എന്നേക്ക് സീറ്റ് ഗൈസ് ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ജയലക്ഷ്മിയിലേക്കാണ് പോകുന്നത്. ബാക്കി ശേഷം കാണിച്ചു यात्रीगण कृपया ध्यान दें, गाड़ी संख्या 166 ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം വലതുവശത്തേക്കുള്ള റോഡിലൂടെ നടന്നിട്ട് ഈ കാണുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് ജയലക്ഷ്മിയിലേക്ക് എത്തുക. ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നടക്കുക. നേരെ ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ജയലക്ഷ്മി. നമുക്ക് ഓട്ടോ എടുക്കാം. ഗൈസ് നമ്മളങ്ങനെ ജയലക്ഷ്മീൻ്റെ അടുത്ത് എത്താൻ പോവാണ്. 10 മിനിറ്റ് ദൂരം ഇല്ല കേട്ടോ. 10 മിനിറ്റ് ദൂരം വിചാരിച്ചു. 10 മിനിറ്റ് ദൂരം ഇല്ല, ഒരു 5 മിനിറ്റ് ദൂരം അത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് ആനിഹാൾ റോഡാണ്. ആനിഹാൾ റോഡിലാണ് ജയലക്ഷ്മി സിൽക്സ് വരുന്നത്. നമ്മുടെ ഇതിൻ്റെ ജയലക്ഷ്മി സിൽക്സിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ ഉള്ളത്. പുറകുവശം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ പരശുറാം എക്സ്പ്രസ്സിനാണ് വന്നത്. അപ്പോൾ അതിന് വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം രാവിലെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വരുന്നവർ, അപ്പോൾ ഞങ്ങൾ പഴയങ്ങാടിയിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇത് സമയത്ത് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇതൊരു സൈഡ് എൻട്രൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിലൂടെ നമുക്ക് കയറുന്നത് അത്ര സീറ്റല്ല നല്ല എൻ്റെ ഫ്രണ്ട് ഭംഗി നമുക്ക് കിട്ടില്ല. നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഉച്ചയാവുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ജയലക്ഷ്മി സിൽക്സ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. ആനിഹാൾ റോഡ്. ഇതാണ് നമ്മുടെ ജയലക്ഷ്മി സിൽക്സ്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. ഏകദേശം 10 മണിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ജയലക്ഷ്മി സിൽക്സിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ചായ കുടിച്ചിട്ടാണ് തിരിച്ച് കയറാൻ പോകുന്നത്. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടല് ജയലക്ഷ്മിൻ്റെ ഓപ്പോസിറ്റിലെ ഹോട്ടല് സൈഡ് ഓപ്പോസിറ്റാണ്. അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്കാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഹോട്ടൽ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ഭയങ്കര തിരക്കാണ് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ടേണിൻ്റെ ഹോട്ടൽ എന്തായാലും കോഫി ഹൗസിൽ അതാണ് ഗൈസ് നമ്മൾ അങ്ങനെ കോഫി ഹൗസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മസാല ദോശ അതുപോലെ പൂരി ബാജി ഓർഡർ ചെയ്തിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, നല്ല നല്ല സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളുടെ മസാല ദോശ എത്തിയിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ ജയലക്ഷ്മിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക നല്ല ഓപ്പണിംഗ് ഷോയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബ്രൈഡൽ കാശ്മീർ വന്നതായതുകൊണ്ട് നല്ല സെറിമണി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി ട്രെയിൻ എത്താൻ ലേറ്റായി.